ശ്രീനിവാസൻ പിള്ള, ഡയറക്ടർ, നാഷണൽ ഹെറിറ്റേജ് സെന്റർ, അവരെ ക്ഷണിച്ചു. ഏവർക്കും നമസ്കാരം. സമാരാധനായ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ മുൻ MLA-യുമായ ശ്രീമാൻ ടി ചന്ദ്രമോഹൻ അവരുടെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയാണ് അദ്ദേഹം. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താനെത്തിയിരിക്കുന്ന കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ആരാധനായ ഡോക്ടർ കെ മോഹൻദാസ് അവരുടെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സമാരാധനായ ഡയറക്ടർ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ഇവിടെ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹത് വ്യക്തികളെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കുടുംബാംഗങ്ങളെ, ഭാരതീയ വിദ്യാവിഭാഗ പ്രിൻസിപ്പൽ ശ്രീമതി കലാവല്ലി, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുജ, സ്കൂളിലെ അധ്യാപകന്മാർ, അനധ്യാപകർ, നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ അഭ്യുദയകാംക്ഷികളും നമ്മളോട് ഏത് കാര്യത്തിലും സഹകരിക്കുന്നവരുമായ നല്ലവരായ നിരവധി വ്യക്തികൾ എത്തിയിട്ടുണ്ട്. സർവോപരി നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ക്ഷണം സ്വീകരിച്ചും എല്ലാവരും ഈ സത്കർമ്മത്തിലേക്ക്, ഈ സത്സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഏവരെയും, അതുപോലെ പബ്ലിസിറ്റി വിഭാഗത്തിന്റെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളുടെയും പ്രതിനിധികളെയും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവർ വളരെ ദീർഘവീക്ഷണത്തോടെ വിഭാവനം ചെയ്ത ഒരു വിവിധോദ്ദേശ്യ മണ്ഡപമാണ് ഇന്ന് നാം ഇവിടെ ഇരിക്കുന്ന മണ്ഡപം. ഈ മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേളയിൽ സന്നിഹിതനാവണം, മുഖ്യ അതിഥിയായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീമതി ടി ചന്ദ്രമോഹൻ അവരുടെ ഫോണിൽ കൂടി ഞാൻ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ സ്ഥാപനത്തിലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് സമ്മതം അറിയിച്ചു. വളരെ താല്പര്യമുണ്ട് എന്നും ഇതിനു മുമ്പും വരാൻ ഉദ്ദേശിച്ചിരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം യഥാസമയം, എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് മുമ്പ് തന്നെ ശ്രീമാൻ ചന്ദ്രമോഹൻ അവർ ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പേരിൽ, നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ പേരിലും, ഭാരതീയ വിദ്യാവിഭാഗ സ്കൂളിന്റെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരുടെയും പേരിൽ വളരെ വളരെ കൃത്യമായ സ്വാഗതം അദ്ദേഹത്തിന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ നടക്കുന്ന ഏത് പ്രധാന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന്, അതിലൊരു പങ്കാളിയായി നിൽക്കുന്നതിന് എന്നുമെന്നും ആത്മാർത്ഥമായി താല്പര്യം പ്രകടിപ്പിക്കുകയും നമ്മോട് ഒത്തുനിൽക്കുകയും ചെയ്യുന്ന ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ്, അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ക്ഷണിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഈ സ്ഥാപനത്തിന്റെ, ഈ ക്ഷേത്രവും ഈ പരിസരവും അടങ്ങുന്ന സ്ഥലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് സംഭാവനയായി നൽകിയ കുടുംബത്തിന്റെ ആ തറവാട്ടിലെ ഒരു പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജുമായുള്ള ബന്ധം അത്ര കണ്ട് അഭേദ്യമാണ്. ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം അലങ്കരിക്കുമ്പോഴും എത്ര കണ്ട് തിരക്കേറിയ സമയമാണെങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ച് അദ്ദേഹം ഇവിടെ എത്താറുണ്ട്. ഈ ഘട്ടത്തിലും വളരെ തിരക്കുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഏറെ സമയം ഇരിക്കാനാവില്ല എന്നറിയിച്ചു. എങ്കിലും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. ഡോക്ടർ കെ മോഹൻദാസ് അവർക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം. ഇനി നമ്മുടെ സമാരാധനായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അവരാണ്. അദ്ദേഹം വേദിയിലിരിക്കുന്നു. അദ്ദേഹം വേദിയിലിരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. ഞാൻ 2 തവണ പറഞ്ഞിട്ടാണ് വേദിയിലേക്ക് കയറിയത്. തീർച്ചയായും
നമ്മുടെ ഏവരുടെയും ഈ പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ, ഈ NHSC ക്യാമ്പസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നെടുംതൂണായി നിൽക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ചാലകശക്തിയായ ഡോക്ടർ എം ഗോപാലകൃഷ്ണൻ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സദസ്സിൽ നിരവധി മാന്യ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ ചിലരുടെ പേര് വിട്ടുപോകുമോ എന്നെനിക്ക് ഭയമുണ്ട്. എങ്കിലും നമ്മുടെ ജ്യോതി ലബോറട്ടറീസിന്റെ ഉടമയായ ശ്രീമാൻ രാമചന്ദ്രൻ അവർ നമ്മുടെ സദസ്സിൽ മുഖ്യനിരയിൽ തന്നെയുണ്ട്. അതുപോലെ നമ്മുടെ സമാരാധ്യരായ നിരവധി വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും വന്നിട്ടുള്ളവർ. എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തി, വളരെ പ്രായം ചെന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീമാൻ രാജൻ മാസ്റ്റർ, അദ്ദേഹം പത്നി സമേതനായി എത്തിയിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് വേണ്ടി എത്തിച്ചേരുകയും നമ്മുടെ കാര്യങ്ങളിൽ സദാ വ്യാപൃതനായി വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ച് തക്ക സമയത്ത് നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ശ്രീമാൻ രവി മേനോൻ അവர்களுണ്ട്. അതുപോലെ തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി പത്നി സമേതം എത്തിയിട്ടുള്ള ശ്രീമാൻ ഗോപകുമാറും അദ്ദേഹത്തിന്റെ പത്നി സ്വപ്ന ഗോപകുമാറും, അങ്ങനെ നിരവധി പേരുണ്ട്. ഞാൻ ഇനിയും കൂടുതൽ പേരുടെ പേര് പറയുന്നില്ല. എല്ലാവരുടെയും സാന്നിധ്യം ഈ ചടങ്ങിന് മാറ്റിക്കൂട്ടുന്നു. ഒരു വലിയ ഒരു കാര്യമായിട്ടും ഒരു വലിയ അനുഗ്രഹമായിട്ടും ഞങ്ങൾ ഈ ചടങ്ങിനെയും നിങ്ങളുടെ മഹത്തായ സാന്നിധ്യത്തെയും നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് എന്നുമെന്നും പ്രചോദനമായി നിൽക്കുന്ന ഈ ഭാരതീയ വിദ്യാവിഹാറിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി കലാവല്ലി, അതുപോലെ സുജ വൈസ് പ്രിൻസിപ്പൽ, അധ്യാപികമാർ, NHCയിലെ സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കുടുംബാംഗങ്ങൾ, ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. എല്ലാവരുമായ ഗോപാലകൃഷ്ണൻ, എൻ്റെ സുഹൃത്ത് നസറിന്, മറ്റ് വേദിയിലെ അവരുടെ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതികളെ, ഭക്തജനങ്ങളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നാഷണൽ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന സ്ഥാപനം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഹെറിറ്റേജ് എന്ന സ്ഥാപനം ഈ ക്ഷേത്രം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എനിക്ക് വളരെ പരിചിതം. പല കാരണങ്ങൾ കൊണ്ടും ഈ സ്ഥാപനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഒന്ന്, ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ, ഈ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കല്ല് വയ്ക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരു കാലം. മറ്റൊന്ന്, ഈ സ്ഥാപനത്തിന്റെ സമൂഹത്തിലെ പ്രസക്തി. മറ്റൊന്ന്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ പോലെ വിശിഷ്ട വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പല നിലയിലും ഇവിടെ വന്നു ചേരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമാണ് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് രാമായണ മാസത്തിലെ പുണ്യ ദിവസങ്ങളിലൊന്ന് തന്നെ
ഈ ചടങ്ങ് നടത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. ഏത് നല്ലതും ചീത്തയുമായ സ്ഥാപനത്തെ എന്നതുപോലെ സ്വന്തം സ്ഥലത്തേക്കാൾ പ്രശസ്തി ഈ സ്ഥാപനത്തിന് മറ്റുള്ള സ്ഥലത്താണ്. ഇത്ര പ്രശസ്തമായ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലാണ് ഉള്ളത് എന്ന് അറിയാത്ത ഒരുപാട് വ്യക്തികൾ ഇവിടെയൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണ്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇതിനാവശ്യമായ വാർത്തകൾ സമൂഹത്തിലെ ജനങ്ങൾക്കുള്ള താല്പര്യമനുസരിച്ചാണ് മീഡിയാസും പത്രങ്ങളുമൊക്കെ അവരുടെ വാർത്താവിഭാഗം കൈകാര്യം ചെയ്യും. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും അവർ പത്രത്തിലിടുന്നത്. ഗുരുവായൂരിൽ ഹിന്ദുക്കൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിന്, കുറെ സ്ഥാപനങ്ങൾക്ക്, അനാഥമന്ദിരങ്ങൾക്ക് ആദ്യമായി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ചടങ്ങിനേക്കാൾ അവർക്കിഷ്ടം ചിലപ്പോൾ ശേതാമേനയുടെ കുട്ടിയുടെ ചോറൂണായിരിക്കും, അല്ലെങ്കിൽ മോഹൻലാല് തൊഴാൻ വരുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആനക്കോട്ടയിലെ ഏതെങ്കിലും ഒരു ആനക്ക് അന്ന് പ്രത്യേകമായി ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങായിരിക്കും. അതിന്റെ ഒക്കെ ഉദ്ദേശം നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ മീഡിയാസിന്റെ തെറ്റായ നടപടിയാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ വായനയുടെ താല്പര്യം ഇതാണെന്ന് കണ്ടുകൊണ്ടാണ് അവരൊക്കെ അത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു. ഇപ്പോഴുള്ള ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എന്ന നിലയിൽ ക്ഷേത്രങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നതിന്റെ ഭാഗമായി പല ക്ഷേത്രങ്ങളിലും പോകാൻ എനിക്ക് സാധിച്ചു. ഗുരുവായൂർ നൽകുന്ന ദക്ഷിണ പോലുള്ള ചെറിയ സംഖ്യയിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്നെനിക്ക് നന്നായാലേ. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ 1 കോടി രൂപയുടെ ബഡ്ജറ്റ് ഇട്ട് ഒരു വർഷത്തിനുള്ളിൽ സാധാരണക്കാർ മാത്രം അടങ്ങുന്ന ഒരു സമിതി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിക്കുകയും ചെയ്തു. ഭഗവത് സാന്നിധ്യം കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയും അതിനപ്പുറത്ത് ജനങ്ങളുടെ മനസ്സ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാ മതങ്ങളിലുമുള്ള ആരാധനാലയങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെയാണ്. ക്ഷേത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വാർത്തകൾ വരുന്നത് നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. ഇത്രയധികം ഏതാണ്ട് 99% നിരീശ്വരവാദികളും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ വിശ്വാസികളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പത്രത്തിൽ കാണും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കാണുന്നവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളും കലാലയങ്ങളുമൊക്കെ സാംസ്കാരിക പ്രവർത്തനത്തിന് പഴയതിനേക്കാളധികം പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സാംസ്കാരിക പ്രവർത്തനത്തിന് മനുഷ്യൻ എന്തുദ്ദേശത്തോടു കൂടിയാണ് ജന്മമെടുത്തിരിക്കുന്നത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കി. അതുകൂടാതെ നിരവധി പണ്ഡിതന്മാർ ക്ഷേത്രങ്ങളും അതുപോലെ പൊതുസ്ഥലങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്തുന്നു. ഭാഗവത സത്രം നടക്കാത്ത ക്ഷേത്രങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഭഗവത്ഗീത മേൽപ്പത്തൂരിന്റെ
പൂന്താനത്തിന്റെ ജ്ഞാനപാനീയം ഒന്ന് വായിക്കാത്ത ഭക്തജനങ്ങൾ വളരെ കുറവാണ്. എന്നാൽ പോലും ക്ഷേത്ര നടയിൽ എത്തുമ്പോൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ മനസ്സ് ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിന്റെ അർത്ഥമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. ഞാൻ എന്റെ സംസാരം പ്രഭാഷണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ചും ശ്രീ ഗോപാലകൃഷ്ണനുള്ള ഒരു വേദി. അദ്ദേഹത്തെ ഞാൻ ഗുരുവായൂർ ദേവസ്വത്തില് പ്രഭാഷണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാമായണ മാസത്തിലെ 1 മാസത്തെ പ്രഭാഷണം നടത്തുന്നു. അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിലല്ല അദ്ദേഹം. അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പ്രഭാഷകനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡേറ്റും അദ്ദേഹത്തിന്റെ ഡേറ്റും ഒരുമിച്ച് ഇതുവരെ നിർഭാഗ്യവശാൽ വന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായി.